സബ്സ്കെയിലിൻ്റെ പരിശീലന പരിപാടിയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. സിലബസിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാം ഭാഗത്ത് 3 മോഡ്യൂളുകൾ. ഒന്നാമത്തെ മോഡ്യൂളിൽ കേരള നവോത്ഥാനവും ഇന്ത്യൻ ഭരണഘടനയും, രണ്ടാമത്തെ മോഡ്യൂളിൽ പൊതുവിജ്ഞാനവും സമകാലീന സംഭവങ്ങളും, മൂന്നാമത്തെ മോഡ്യൂളാണ് മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും വരുന്നത്. രണ്ടാമത്തെ ഭാഗം തീർത്തും നിങ്ങളുടെ വിഷയമാണ്, സബ്ജക്റ്റാണ്. ഒന്നാമത്തെ ഭാഗത്ത് ഈ 3 മോഡ്യൂളുണ്ടെങ്കിൽ പോലും 20 മാർക്കാണ് ഒന്നാമത്തെ ഭാഗത്തിനുള്ളത്. അതിൽ 10 മാർക്കോളം മനഃശാസ്ത്രത്തിനും ബോധനശാസ്ത്രത്തിനുമാണ് നീക്കിവെക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും. അതുകൊണ്ട് നിങ്ങൾക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10ൽ 10 മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും. മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ലേണിംഗ് തിയറീസ്, പഠന സിദ്ധാന്തങ്ങൾ. Learning theories can broadly be classified into 2. Behaviorist theories-ഉം constructivist theories-ഉം. ബിഹേവിയറിസ്റ്റ് തിയറീസിൽ പ്രധാനമായിട്ട് 3 തിയറികളാണ് ബി.എഡിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ്, രണ്ടാമത്തത് ട്രയൽ ആൻഡ് എറർ, മൂന്നാമത്തെ തിയറി റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. ഈ 3 തിയറികളാണ് ബിഹേവിയറിസ്റ്റ് തിയറികളുടെ കൂട്ടത്തിൽ ബി.എഡിന് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ്. ബി.എഡിന് പരീക്ഷ എഴുതുന്നുണ്ടെ കുട്ടികൾ പരീക്ഷ ആൻസർ ഷീറ്റിലൊക്കെ എടുക്കാറുള്ള ഒരു കാര്യം, ഇത് ക്ലാസ്സിൽ വെച്ച് കണ്ടീഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ എഴുതാറുണ്ട്. എന്താ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ? ക്ലാസ്സിൽ വെച്ച് കണ്ടീഷൻ ചെയ്യുന്നതുകൊണ്ടല്ല അതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ഫസ്റ്റ് തിയറി റിപ്പോർട്ടഡ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ദിസ് ഈസ് ദി ഫസ്റ്റ് ലേണിംഗ് തിയറി. പാവ്ലോവ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ തിയറിയുടെ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ നാച്ചുറൽ സ്റ്റിമുലസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൻ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ്. ഇറച്ചി കൊടുക്കുമ്പോൾ കാണുമ്പോൾ നായയുടെ വായിൽ സലൈവേഷൻ ഉണ്ടാവും. അതൊരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ് ഇറച്ചി എന്നുള്ളത്, ഭക്ഷണം എന്നുള്ളത്. This can be substituted by a bell sound. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ അന്തസത്ത. ഈ തിയറിയുടെ വെളിച്ചത്തിൽ പാവ്ലോവ് പ്രധാനപ്പെട്ട ചില പഠന സിദ്ധാന്തങ്ങൾ, ലോസ് ഓഫ് ലേണിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കോണ്ടിഗ്വിറ്റി, സാമീപ്യ നിയമം. രണ്ടാമത്തെ നിയമം ലോ ഓഫ് സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം. മൂന്നാമത്തെ തിയറി ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് എക്സ്റ്റിങ്ഷൻ, വിലോപന സിദ്ധാന്തം. ഇതൊക്കെ പാവ്ലോവ് നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത നിയമങ്ങളാണ്. പാവ്ലോവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത മറ്റൊരു വ്യക്തിയാണ് തോണ്ടൈക്ക്.
തോണ്ടൈക്കിൻ്റെ തിയറിയുടെ പേര് ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ളതാണ്. സംബന്ധവാദം അല്ലെങ്കിൽ ശ്രമ പരാജയ സിദ്ധാന്തം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കണക്ഷനിസം ഓർ ട്രയൽ ആൻഡ് എറർ തിയറി. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കലാണ് കണക്ഷനിസം സംബന്ധവാദത്തിലൂടെ അദ്ദേഹം ചെയ്തത്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു ക്ലാസ് റൂം തുറക്കാൻ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് ഒരു അധ്യാപകൻ ബഞ്ച് ഓഫ് കീ നൽകുകയാണ്. കുട്ടിക്ക് അറിഞ്ഞുകൂടാ ഇതിലേത് കീയാണ് ആ ക്ലാസ് റൂമിൻ്റെ കീ എന്നറിയില്ല. കുട്ടി പോയി ആദ്യം തൊട്ട് ഓരോ ചാവിയിട്ട് പരിശോധിച്ച് അവസാനം ക്ലാസ് റൂം തുറക്കും. വെൻ വൺസ് അഗെയിൻ ദിസ് ടൈപ്പ് ഓഫ് ആൻ ഒക്കേഷൻ എറൈസസ്, കുട്ടിയുടെ കയ്യിൽ അധ്യാപകൻ വീണ്ടും ചാവി കൊടുത്താൽ ആദ്യം എടുത്തത്ര സമയം എടുക്കില്ല ആ ക്ലാസ് റൂം തുറക്കാൻ. ക്രമേണ ചാവി കിട്ടിയാൽ, ബഞ്ച് ഓഫ് ചാവി കിട്ടിയാൽ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ചാവിയിട്ട് തുറക്കാൻ കുട്ടി പഠിക്കുകയാണ്. നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആദ്യം പോകുമ്പോൾ ചുറ്റി വളഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്. രണ്ടാമത് പോയതിനെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിന്നെ പോയതിനെ ഒരു കുറുക്കു വഴി, എളുപ്പ വഴിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് കൺക്ലൂഷൻ സ്റ്റാമ്പ്ഡ് ഇൻ, ശരിയായ മാർഗം നമ്മൾ സ്വീകരിക്കും. ആൻഡ് ദി എറണിയസ് കൺക്ലൂഷൻ സ്റ്റാമ്പ്ഡ് ഔട്ട് ഫ്രം അവർ ബിഹേവിയർ. അതാണ് ട്രയൽ ആൻഡ് എറർ തിയറിയുടെ എസൻസ് എന്ന് പറയുന്നത്. പാവ്ലോവിനെ പോലെ തോണ്ടൈക്കും ചില ലോസ് ഓഫ് ലേണിംഗ് ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് 3 നിയമങ്ങളാണ്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ് ആൻഡ് ലോ ഓഫ് എക്സർസൈസ്. ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ സന്നദ്ധതാ നിയമം. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫല നിയമം. ലോ ഓഫ് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ അഭ്യാസ നിയമം. ഇങ്ങനെ 3 നിയമങ്ങളാണ് തോണ്ടൈക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ലോ ഓഫ് റെഡിനെസ് വളരെ പ്രധാനപ്പെട്ട നിയമമാണ്, ലോയാണ്. ഒന്നാമത്തെ ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം. അതിൽ 3 കാര്യങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരായിരിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരായിരിക്കുമ്പോൾ, സന്നദ്ധത നിങ്ങൾക്കില്ലാതിരിക്കുമ്പോൾ, നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾക്ക് വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. പഠിക്കാൻ സന്നദ്ധത ഉണ്ടായിരിക്കെ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കുന്നതും വേദനാജനകമാണ്. ഈ 3 കാര്യങ്ങളാണ് ലോ ഓഫ് റെഡിനെസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരായിരിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. സന്നദ്ധത ഇല്ലാത്തപ്പോൾ പഠിപ്പിക്കുന്നത് വേദനാജനകമാണ്. സന്നദ്ധത ഉള്ളപ്പോൾ പഠിപ്പിക്കാതിരിക്കുന്നതും വേദനാജനകമാണ്. ഇത് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് എഫക്റ്റ്, ഫല നിയമം. പഠനത്തിന് ശേഷം സന്തോഷത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് എങ്കിൽ ആ പഠനം കൂടുതൽ ഉറയ്ക്കും, പഠിക്കാനുള്ള പ്രവണത ഉണ്ടാവും. ലോ ഓഫ് എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ ദിവസവും മാത്സിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ചൊല്ലി പഠിക്കണം. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 തൊട്ട് 10 വരെ ചൊല്ലണം.
അങ്ങനെ ചൊല്ലി പഠിച്ചതുകൊണ്ട് അതങ്ങ് ഹൃദിസ്ഥമായി. അതാണ് ലോ ഓഫ് എക്സർസൈസ് എന്ന് പറയുന്നത്. എക്സർസൈസ് എത്രമാത്രം നടത്തുന്നുവോ അത്രമാത്രം കാര്യങ്ങൾ മനസ്സിൽ ഹൃദിസ്ഥമാകും. ഇതാണ് തോണ്ടൈക്കിൻ്റെ പ്രധാനപ്പെട്ട 3 ലോകൾ. അത് കഴിഞ്ഞ് സ്കിന്നറാണ്, BF സ്കിന്നർ. BF സ്കിന്നറുടെ ലേണിംഗ് തിയറിയുടെ പേര് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നാണ്. വാട്ട് ഈസ് മീൻ ബൈ ഓപ്പറൻറ്റ്? ഓപ്പറൻറ്റ് മീൻസ് ഓപ്പറേഷൻ ഓർ ആക്ഷൻ. പാവ്ലോവ് സ്റ്റിമുലസ് ആണ് കണ്ടീഷൻ ചെയ്തതെങ്കിൽ സ്കിന്നർ കണ്ടീഷൻ ചെയ്തത് ആക്ഷനെയാണ്, റെസ്പോൺസിനെയാണ്. അതുകൊണ്ടാണ് പാവ്ലോവിൻ്റെ ലേണിംഗ് തിയറിയെ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയാൻ കാര്യം. സ്റ്റിമുലസ് ആണ് അവിടെ കണ്ടീഷൻ ചെയ്യുന്നത്. പക്ഷെ BF സ്കിന്നറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റെസ്പോൺസാണ് കണ്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്നത് R ടൈപ്പ് കണ്ടീഷനിങ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എസ് ടൈപ്പ് കണ്ടീഷനിങ് ആൻഡ് R ടൈപ്പ് കണ്ടീഷനിങ് എന്ന് ചോദിച്ചാൽ പാവ്ലോവിൻ്റെ ലേണിംഗ് തിയറിയും സ്കിന്നറുടെ ലേണിംഗ് തിയറിയും കമ്പയർ ചെയ്യാനാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിന് അതേ ആശയം തന്നെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നഴ്സറി സ്കൂളിലെ അധ്യാപിക നന്നായിട്ട് ആക്ഷൻ സോങ് നടത്തിയ ഒരു കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കും. ആ മിഠായി കിട്ടിയ കുട്ടി വീണ്ടും അധ്യാപിക പറഞ്ഞാൽ ഉടനെ തന്നെ ആക്ഷൻ സോങ് നടത്താൻ സന്നദ്ധമാകും. അതാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഏതൊരു നല്ല പ്രവൃത്തിയും ഉടനടി നാം അംഗീകരിക്കുകയും സമ്മാനിതമാക്കുകയും പ്രബലനം ചെയ്യുകയും ചെയ്താൽ ആ പ്രവൃത്തി ആവർത്തിക്കുന്നതിനുള്ള പ്രവണത കുട്ടികളിൽ ഉണ്ടാകും. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയുടെ അന്തസത്ത. ഈ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രോഗ്രാംഡ് ലേണിംഗ് ഒക്കെ പിന്നീട് വികസിതമായിരിക്കുന്നത്. ഏതായാലും ഇതെല്ലാം നിങ്ങൾ BEd തലത്തിൽ പഠിച്ച കാര്യങ്ങളാണ്. ഹൈസ്കൂൾ ടീച്ചറിൻ്റെ സിലബസിൽ ഈ ബിഹേവിയർസ് തിയറിക്കല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നത്, കൺസ്ട്രക്റ്റിവിസത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബിഹേവിയർസ് തിയറി തള്ളിക്കളയാൻ പറ്റില്ല, അതിൽ നിന്നും ചോദ്യം ഉണ്ടാകാം. പക്ഷെ കൂടുതൽ എംഫസൈസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്, കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് കൺസ്ട്രക്റ്റിവിസമാണ്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 3 പേരുകളുണ്ട്: ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, ലെവ് വൈഗോസ്കി. ഈ 3 പേരുടെയും സിദ്ധാന്തങ്ങൾ, ജീൻ പിയാഷെയുടെ സിദ്ധാന്തം ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രൂണറുടെ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നത് ഡിസ്കവറി ലേണിംഗ് എന്നാണ്. ലെവ് വൈഗോസ്കിയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നാണ്. ഈ 3 സിദ്ധാന്തങ്ങളെക്കുറിച്ച്, ഈ 3നെക്കുറിച്ചും വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 3 സിദ്ധാന്തങ്ങളിൽ നിന്ന് ചോദ്യമില്ലാതെ PSCയുടെ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷ കടന്നു പോകില്ല, ഉറപ്പ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഈ 3 സിദ്ധാന്തങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കണം. ഇതിൽ ആദ്യം ഓർക്കേണ്ടത്, ആദ്യത്തെ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുന്നത് ജീൻ പിയാഷെ. ജീൻ പിയാഷെ യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ ചിന്തകനോ
ഒരു മനഃശാസ്ത്രജ്ഞനോ ഒന്നും ആയിരുന്നില്ല. ജീൻ പിയാഷെ വാസ് എ സയൻറ്റിസ്റ്റ്. He was a biologist. That is why he has given the name genetic epistemology to his theory. ആദ്യം ആ പേര് തന്നെ ഒന്ന് പഠിക്കേണ്ടതായുണ്ട്. ജനറ്റിക് എപ്പിസ്റ്റമോളജി. കണ്ടല്ലോ പേര്, ജനറ്റിക് എപ്പിസ്റ്റമോളജി. 2 വാക്കുകളാണ്. ഒന്ന് ജനറ്റിക്, രണ്ടാമത് എപ്പിസ്റ്റമോളജി. ഇതിൽ നിന്ന് തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. വൈ പിയാഷെ ഹാസ് ഗിവൺ ദി നെയിം ജനറ്റിക് എപ്പിസ്റ്റമോളജി ഫോർ ഹിസ് ലേണിംഗ് തിയറി. എന്താണ് ജനറ്റിക്, എന്താണ് എപ്പിസ്റ്റമോളജി എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിയാഷെ തൻ്റെ പഠന സിദ്ധാന്തം വിശദീകരിക്കുന്നത് ഹൗ ചിൽഡ്രൻ അറ്റൈൻ നോളജ് ആൻഡ് ഡെവലപ്പ് കൊഗ്നിറ്റീവ്ലി. കുട്ടികൾ വിജ്ഞാനമാർജിച്ച് അവരുടെ വൈജ്ഞാനിക മേഖല എങ്ങനെ വികസിപ്പിക്കുന്നു, അതിനെക്കുറിച്ചാണ് ജീൻ പിയാഷെ പറയുന്നത്. അപ്പോൾ വിജ്ഞാനമാർജിക്കുന്നത് എങ്ങനെ, അവൻ്റെ വൈജ്ഞാനിക മേഖല, ബ്രെയിൻ എന്നുള്ളതിൻ്റെ വിദ്യാഭ്യാസ ഇൻ്റർപ്രിട്ടേഷനാണ് വൈജ്ഞാനിക മേഖല. ബ്രെയിൻ, തലച്ചോറ് എങ്ങനെ വികസിക്കുന്നു, ഇതാണ് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ബയോളജിക്കലായിട്ടാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തം വിശദീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ജനറ്റിക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. ജനറ്റിക്. സിൻസ് ഹി ഹാസ് ഇൻ്റർപ്രിറ്റഡ് ഹിസ് തിയറി ബയോളജിക്കലി, ദാറ്റ് ഈസ് വൈ ഹി ഹാസ് ഗിവൺ ദി നെയിം ജനറ്റിക്. ഇനി രണ്ടാമത്തെ ടെർമിനോളജി അതിലും പ്രധാനമാണ്, എപ്പിസ്റ്റമോളജി. വാട്ട് ഈസ് മീൻ ബൈ എപ്പിസ്റ്റമോളജി? ഫിലോസഫി ഹാസ് 3 branches: metaphysics, epistemology and axiology. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രബ് സ്കെയിലിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കിതിൻ്റെ മുന്നിലുള്ള റോഡ് കാണാം. റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. റോഡിൻ്റെ മറുവശത്ത് മരങ്ങളുണ്ട്. ആ മരങ്ങൾക്ക് പിന്നിൽ കെട്ടിടങ്ങളുണ്ട്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്, ഫ്ലാറ്റുകളുണ്ട്. ഇതെല്ലാം എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ, ഈ പ്രകൃതിയെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേച്ചർ ഓഫ് റിയാലിറ്റി, ദാറ്റ് ഈസ് മെറ്റാഫിസിക്സ്. വേറസ് മെറ്റാഫിസിക്സ് ഡീൽസ് വിത്ത് ദി നേച്ചർ ഓഫ് റിയാലിറ്റി, അവർ നോളജ് അബൌട്ട് ദിസ് റിയാലിറ്റി ഈസ് നോൺ ആസ് എപ്പിസ്റ്റമോളജി. നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അതിനാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. വിജ്ഞാനത്തിൻ്റെ ശാഖ, അതിനാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ആക്സിയോളജി എന്ന് പറഞ്ഞാൽ വാല്യുവായിട്ട് ബന്ധപ്പെട്ടാണ്. വാല്യുവായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രത്തിനെയാണ് ആക്സിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ അഗൈൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2: എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ, ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ റോങ്, നീതിശാസ്ത്രം, അതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. വേറസ് എസ്തെറ്റിക്സ് ഡീൽസ് വിത്ത് ദി ബ്യൂട്ടി ഓർ അഗ്ലി, സൗന്ദര്യശാസ്ത്രം, അതിനെയാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. എത്തിക്സും എസ്തെറ്റിക്സും കൂടെ ചേർന്നതാണ് ആക്സിയോളജി. മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി, ദീസ് ആർ ദി 3 പാർട്ട് ഓഫ് ഫിലോസഫി. അപ്പോൾ അതിൽ നിന്നാണ് എപ്പിസ്റ്റമോളജി അദ്ദേഹത്തിൻ്റെ തിയറിക്ക് ജീൻ പിയാഷെ സ്വീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ചിൽഡ്രൻ അറ്റൈൻ നോളജ് ആൻഡ് ഡെവലപ്പ് കൊഗ്നിറ്റീവ്ലി.
കുട്ടികൾ വിജ്ഞാനം ആർജിച്ച് അവരുടെ വൈജ്ഞാനിക മേഖല എങ്ങനെ വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ തിയറിയൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ദിവസങ്ങളോളം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാനങ്ങനെ ആ തിയറിയിലേക്ക് ആഴത്തിൽ അങ്ങോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ സിദ്ധാന്തത്തിലെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന തിയറിയുടെ കീ ടേംസ്, അതിൽ പിയാഷെ ഉപയോഗിച്ചിരിക്കുന്ന കീ ടേംസ് മാത്രം ഞാനൊന്ന് പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടുത്തുന്ന ഈ കീ ടേംസിലൂടെ നിങ്ങൾക്ക് ആ തിയറി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തത്, ഇതിന് 11 ടെർമിനോളജീസ് ആണുള്ളത്. 11 പ്രധാനപ്പെട്ട സാങ്കേതിക പദങ്ങൾ. ഒന്നാമത്തെ പദം സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ചോദനകൾ വന്നു ഭവിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലാണ്. വാട്ട് ആർ അവർ സെൻസ് ഓർഗൻസ്? കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്. These are our sense organs. These are considered as the gateways of knowledge. അതിൽ വന്ന് ഭവിക്കുന്നതാണ് സ്റ്റിമുലസ്, ചോദന അതിൽ വന്ന് ഭവിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റിന് വേണ്ടി ഗഹനമായിട്ട് പ്രബ് സ്കെയിലിൻ്റെ നോട്ടും പുസ്തകങ്ങളും ഒക്കെ അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. തൊട്ടടുത്ത കിച്ചണിൽ നിന്ന് അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ചെമ്മീനൊക്കെ പിറക്കുമ്പോൾ ഉണ്ടാകുന്ന മണമുണ്ടല്ലോ, അത് മൂക്കിനകത്ത് വന്ന് കയറുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങ് നഷ്ടപ്പെടും. നമ്മൾ പുസ്തകം അങ്ങ് അടച്ചു വെക്കും. ഇനി ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കാം എന്നങ്ങ് തീരുമാനിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ഗന്ധം നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാണത്. നമ്മൾ പുസ്തകം അടച്ചു വെച്ചു, ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ ഗന്ധം നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുത്തി, ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. എവരി ഓർഗാനിസം ബയോളജിക്കലി, അവിടൊക്കെയാണ് പിയാഷയുടെ ഈ പേരിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്റ്റിമുലസ് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുത്തി, ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തി. എവരി ഓർഗാനിസം, ബയോളജിക്കലി എവരി ഓർഗാനിസം വാണ്ട്സ് ടു മെയിൻറ്റെയിൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് നമ്മുടെ ബാലൻസ് എപ്പോഴാണോ നഷ്ടപ്പെടുത്തുന്നത്, നമ്മുടെ ഇക്വിലിബ്രിയം എപ്പോഴാണോ നമുക്ക് നഷ്ടപ്പെടുന്നത്, വി വാണ്ട് ടു റീഗെയിൻ ദി ബാലൻസ്ഡ് സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. സ്വാഭാവികമായിട്ട് ബയോളജിക്കലായിട്ട് തന്നെ അതിന് നമ്മൾ ശ്രമിക്കും. നമ്മൾ ദാഹിക്കുന്നുണ്ടേ വെള്ളം കുടിക്കുന്നത് എന്തിനാ? വിശക്കുന്നുണ്ടേ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ശരീരത്തിന് തണുപ്പ് തോന്നുമ്പോൾ പുതയ്ക്കുന്നത് എന്തിനാണ്? എനിവേ, വൈജ്ഞാനികമായിട്ടുള്ള ഡിസിക്വിലിബ്രിയത്തിലെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്കീമയെ അഭയം പ്രാപിക്കും. സ്കീമ പിയാഷെ ഉപയോഗിച്ച വാക്കാണ് കേട്ടോ, സ്കീമ. എന്താ സ്കീമ എന്ന് പറഞ്ഞാൽ? നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട് പോലെ ലക്ഷോപലക്ഷം അറകളോടുകൂടിയ ഒരു സ്ഥലമാണ് വൈജ്ഞാനിക മേഖല. ഇപ്പം നിങ്ങൾ തുറന്നിട്ടേക്കുന്നത് സൈക്കോളജിയുടെ വിൻഡോയാണ് കേട്ടോ. വൈജ്ഞാനിക മേഖലയിൽ നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് സൈക്കോളജിയുടെ വിൻഡോ. ഇതുപോലെ ലക്ഷോപലക്ഷം വിൻഡോസ് ഉണ്ട്. ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള, ഏറ്റവും ചെറിയ
ഘടകത്തെ പറയുന്ന പേരാണ് സ്കീമ എന്ന്. വൈജ്ഞാനിക മണ്ഡലത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകത്തെ പറയുന്ന പേരാണ് സ്കീമ. സ്കീമ സിംഗുലർ വാക്കാണ്. അനേകം സ്കീമകൾ ചേരുമ്പോൾ സ്കീമാറ്റ. അനേകം സ്കീമാറ്റകൾ ചേർന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കാൾഡ് ആസ് എ സ്കീം. ഉദാഹരണത്തിന് നമ്മുടെ സ്കൂളിലെ ലബോറട്ടറിയിൽ അമോണിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്കീമാണ്. കുറേയേറെ രാസപദാർത്ഥങ്ങൾ വേണ്ടി വരും, കുറേയേറെ അപ്പാരറ്റസ് വേണ്ടി വരും, കുറേയേറെ പ്രോസസ്സിങ്ങിന് വേണ്ടി വരും. അതിനെയാണ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിംഗുലർ സ്കീമ, പ്ലൂറൽ സ്കീമാറ്റ, അനേകം സ്കീമാറ്റകൾ ചേർന്ന് കഴിഞ്ഞാൽ സ്കീം. അടുത്ത ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ. എന്താ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ എന്നാണ് മലയാളം. പക്ഷെ മനഃശാസ്ത്രത്തിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മനോവ്യാപാരം എന്നർത്ഥം. മനോവ്യാപാരം, മനസ്സുകൊണ്ട് നടത്തുന്ന ഓപ്പറേഷൻ, ചിന്ത എന്ന് ചുരുക്കം. സ്കീമ ഉപയോഗിച്ചാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്, മനോവ്യാപാരം നടത്തുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരു ഘടകമുണ്ട്. അതിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയും. റിവേഴ്സിബിലിറ്റി. എന്താ ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ആശയങ്ങളെ മനസ്സിൽ മുന്നോട്ടും പിന്നോട്ടും പായിപ്പിക്കുന്നതിനുള്ള കഴിവ്. ആശയങ്ങളെ മനസ്സിൽ മുന്നോട്ടും പിന്നോട്ടും ഷട്ടിലടിക്കാനുള്ള കഴിവ്. ആ കഴിവിനെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. 5 വയസ്സ് പ്രായമാകുമ്പോഴേ ഈ റിവേഴ്സിബിലിറ്റിയൊക്കെ പ്രോപ്പറായിട്ട് വികസിക്കുകയുള്ളൂ കേട്ടോ. റിവേഴ്സിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഞാനൊരു ഉദാഹരണം പറയാം. രവി, ശശി 2 സഹോദരന്മാരാണെന്നിരിക്കട്ടെ. മൂത്തത് രവി, 5 വയസ്സ് പ്രായം. ഇളയത് ശശി, 3 വയസ്സ് പ്രായം. നമ്മൾ ഈ മൂത്ത കുട്ടിയോട് ചോദിക്കാം, മോനെ എന്താ മോൻ്റെ പേര്? കുട്ടി പറയും, എൻ്റെ പേര് രവി. മോന് എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. ആട്ടെ, മോന് സഹോദരന്മാർ വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താ അവൻ്റെ പേര്? ശശി. അവനെത്ര വയസ്സുണ്ട്? അവന് 3 വയസ്സ്. അപ്പം രവിയിൽ നിന്ന് ശശിയിലേക്ക് പോവുകയാണ് ചിന്ത. അടുത്ത് നമ്മൾ ആ കുട്ടിയോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണെന്നിരിക്കട്ടെ. ആട്ടെ, ഈ ശശിക്ക് സഹോദരന്മാർ വല്ലവരും ഉണ്ടോ? എന്തായിരിക്കും കുട്ടിയുടെ മറുപടി? ഇറ്റ് ക്യാൻ ബി യെസ് ഓർ നോ. യെസ് എന്നാണ് മറുപടി എങ്കിൽ ആ കുട്ടിക്ക് റിവേഴ്സിബിലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ശശിയിലേക്ക് ചിന്തിച്ചതുപോലെ ശശിയിൽ നിന്ന് തിരിച്ചും ചിന്തിക്കാൻ അവർ കഴിവ് വെച്ചിരിക്കുന്നു. റിവേഴ്സിബിലിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിലിറ്റി കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ റിവേഴ്സിബിലിറ്റിയുടെ സഹായത്തോടു കൂടി സ്കീമ ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തും. എന്തിനു വേണ്ടി? ബാലൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി, വൈജ്ഞാനികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി. അടുത്തിനി ഞാൻ പറയുന്ന 2 ടെർമിനോളജി വളരെ പ്രധാനപ്പെട്ടതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം. അടുത്ത 5ാമത്തെ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ അസിമിലേഷൻ. അസിമിലേഷൻ, മലയാളം സ്വാംശീകരണം. സ്വാംശീകരണം. ഈ അസിമിലേഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയയെ പിയാഷെ പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഹുക്കിംഗ് ഇൻ പ്രോസസ്. ഹുക്കെന്ന് പറഞ്ഞാൽ ചൂണ്ട. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലുള്ള ഒരു പ്രക്രിയയാണ് അസിമിലേഷൻ. അപ്പം ചൂണ്ടയിടുന്നത് എങ്ങനെയാണ്? ചൂണ്ട വെറുതെ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ.
ചൂണ്ടയിൽ ഒരു ചെറിയ ഇര കോർത്തിട്ട് വലിയൊരു മീനിനെ നമ്മൾ പിടിക്കും. ആ പ്രക്രിയയോടാണ് അസിമിലേഷൻ പ്രോസസ്സിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഇര കൊരുത്തിടാനില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മീനിനെ പിടിക്കാൻ കഴിയില്ല. ഇപ്പം ഡിവിഷൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളെപ്പോഴും ലെസൺ പ്ലാനിൽ 100 കണക്കിന് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് മുന്നറിവ് പരിശോധന. ടീച്ചർ മുന്നറിവ് പരിശോധിക്കും. ഡിവിഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ടീച്ചർ മുന്നറിവ് പരിശോധിക്കും. വെദർ ദി സ്റ്റുഡൻസ് ആർ അവെയർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അതാണ് ടീച്ചർ പരിശോധിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ കുട്ടികൾക്ക് അറിയാമോ എന്നുള്ള കാര്യമാണ് ടീച്ചർ പരിശോധിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ കുട്ടികൾക്ക് അറിയാം എങ്കിൽ ആ ഇരയിലൂടെ പുതിയ മീനിനെ പിടിക്കുക. മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ദെൻ പ്രൊസീഡ് ടു ഡിവിഷൻ. അതാണ് വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ മുന്നറിവ് പരിശോധിച്ചു, വെദർ ദി സ്റ്റുഡൻസ് ആർ അവെയർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ദർ ക്യാൻ ബി 2 ആൻസേഴ്സ്. ആൻസർ ക്യാൻ ബി ഐദർ യെസ് ഓർ നോ. നമ്മൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് അറിയാമെങ്കിലും നമ്മൾ ഡിവിഷൻ പഠിപ്പിക്കും, അറിഞ്ഞുകൂടാമെങ്കിലും നമ്മൾ ഡിവിഷൻ പഠിപ്പിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ടീച്ചേഴ്സ് ഡിവിഷൻ പഠിപ്പിക്കാൻ മാത്രമേ പഠിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഡിവിഷൻ തന്നെ പഠിപ്പിക്കും. അതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്ന കുട്ടികളെ സ്റ്റാർട്ട് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ദെൻ പ്രൊസീഡ് ടു ഡിവിഷൻ. അറിഞ്ഞുകൂടാത്ത കുട്ടികളെയോ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കണം. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുമ്പോഴും നിങ്ങളൊരു കാര്യം എന്ത് വേണം, മുന്നറിവ് പരിശോധന നടത്തണം. എന്താ മൾട്ടിപ്ലിക്കേഷന് വേണ്ട മുന്നറിവ്? അഡീഷൻ. വെദർ ദി സ്റ്റുഡൻസ് ആർ അവെയർ ഓഫ് അഡീഷൻ, അത് നിങ്ങൾ പരിശോധിക്കണം. ഇഫ് ദേ ആർ അവെയർ ഓഫ് അഡീഷൻ, സ്റ്റാർട്ട് വിത്ത് അഡീഷൻ, ദെൻ പ്രൊസീഡ് ടു മൾട്ടിപ്ലിക്കേഷൻ, ദെൻ പ്രൊസീഡ് ഫ്രം മൾട്ടിപ്ലിക്കേഷൻ ടു ഡിവിഷൻ. അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ചിരപരിചിതമായിട്ടുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നൂതനമായിട്ടുള്ള ഒരു അറിവിനെ കോർത്ത് വലിച്ച് വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സ്കീമ വേണം, എന്നാലേ പുതിയ അറിവുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. സ്കീമ ചിരപരിചിതമായിട്ടുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ നൂതനമായിട്ടുള്ള ആശയങ്ങളെ കൊരുത്ത് വലിച്ച്, അതൊക്കെയാണ് പിയാഷെ ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ, അത് തന്നെയാണ്. ഹുക്കിംഗ് ഇൻ എന്നാണ്. കൊരുത്ത് വലിച്ച് വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ കഴിഞ്ഞാൽ അടുത്ത വാക്ക് അക്കോമഡേഷൻ. എന്താ ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ സംസ്ഥാപനം എന്ന് പറയും. മലയാളത്തിൽ ഇതിന് സംസ്ഥാപനം എന്നാണ് പറയുന്നത്. ചിരപരിചിതമായ അറിവിൻ്റെ വെളിച്ചത്തിൽ നൂതനമായിട്ടുള്ള ആശയങ്ങളെ കുരുത്തു വലിച്ച് വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, വൈജ്ഞാനിക മണ്ഡലം ലക്ഷോപലക്ഷം മറകളോടുകൂടിയ ഒരു കാര്യമാണ്, ഒരു സ്ഥലമാണ്. കുരുത്തു വലിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തെ അലക്ഷ്യമായിട്ട് അവിടെ തള്ളുകയല്ല ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. സൈക്കോളജിക്ക് സൈക്കോളജിയുടെ സ്ഥലമുണ്ട്, ടെക്നോളജിക്ക് ടെക്നോളജിയുടെ സ്ഥലമുണ്ട്, ഫിലോസഫിക്ക് ഫിലോസഫിയുടെ സ്ഥലമുണ്ട്, സയൻസിന് സയൻസിൻ്റെ സ്ഥലമുണ്ട്, മാത്സിന് മാത്സിൻ്റെ സ്ഥലമുണ്ട്, ഭക്ഷണം അറിവെക്കുന്ന കുക്കിങ്ങിന് അതിൻ്റെ സ്ഥലമുണ്ട്, ഡ്രൈവിങ്ങിന് വേറൊരു സ്ഥലമുണ്ട്. വൈജ്ഞാനിക മണ്ഡലത്തിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്ഥലമുണ്ട്. ആ സൂക്ഷ്മമായിട്ട് ആ വിൻഡോ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സൈക്കോളജിയുടെ വിൻഡോയാണ് തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? സൈക്കോളജിയുടെ വിൻഡോയ്ക്കകത്താണ്. അതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അത് ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അക്കോമഡേഷൻ, സംസ്ഥാപനം എന്ന് പറയും.
ഈ സംസ്ഥാപനം നടന്നാൽ എന്താ സംഭവിക്കുക? ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. ബി.എഡിനുള്ള സൈക്കോളജി പുസ്തകം, സൈക്കോളജിയുടെ ബി.എഡിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലേണർ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് എന്നാണ്. ഞാൻ ഈ പുസ്തകം ഒന്ന് റിവൈസ് ചെയ്തു. വലിയ പുസ്തകമാണ്. ബി.എഡിൻ്റെ 2 വർഷം പഠിക്കാനുള്ള ഈ പുസ്തകം റിവൈസ് ചെയ്തു. ഞാൻ എൻ്റെ ലാപ്ടോപ്പിലെല്ലാം കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്ത് ടൈപ്പ് ചെയ്ത് DTP സെൻറ്ററിൽ അങ്ങ് അയച്ചു കൊടുക്കും. DTP സെൻറ്ററിൽ ഇതിൻ്റെ എക്സ്പെർട്ടുകളുണ്ട്. ഞാനിത് വേർഡിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന മാറ്ററൊക്കെ അവർ ഡൗൺലോഡ് ചെയ്ത് പേജ് മേക്കറിലാക്കും. പേജ് മേക്കറിലാക്കി ലെറ്റർ സൈസും ലെറ്റർ ഫോണ്ടും ഇതെല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പേജൊക്കെ സെറ്റ് ചെയ്ത് അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കുന്നവരാണ്. ഇതെല്ലാ വർക്കും അവർ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ പതുക്കെ DTP സെൻറ്ററിലോട്ട് ചെന്നു. ആ ടെക്നീഷ്യനോട് പറഞ്ഞു, ആദ്യം തൊട്ട് ആ പേജുകളൊന്ന് മറിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ പേജ് അവർ മറിച്ചു കാണിച്ചു. സ്വാഭാവികമായിട്ടൊരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദി ബുക്ക്, നെയിം ഓഫ് ദി ആദർ, നെയിം ഓഫ് ദി പബ്ലിഷർ. ഈ 3 കാര്യങ്ങളാണ് ആദ്യത്തെ പേജിൽ വരിക. ആദ്യത്തെ പേജ് മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ഞാൻ പറഞ്ഞു നിൽക്കട്ടെ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. നോക്കുന്ന അവസരത്തിൽ എന്താണ്, എൻ്റെ പേരിൻ്റെ ഒരക്ഷരം അവരങ്ങെടുത്തു കളഞ്ഞേക്കാണ്. എൻ്റെ പേര് SIVARAJ ഒരുപാട് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു അവരങ്ങ് കുറച്ചു. ഞാൻ പറഞ്ഞു വരട്ടെ 6 കഴിഞ്ഞിട്ട് ഒരു ഇൻസർട്ട് ചെയ്യാൻ പറയുന്നതും മൗസ് അവരുടെ കൈ ചെന്നു, കഴ്സർ കറക്റ്റായിട്ട് 6ൻ്റെ വലതുവശത്തെത്തി. കീബോർഡിൽ അവരുടെ ഏറ്റവും ചെറിയ ഫിംഗർ എയിൽ ചെന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് എവിടെ നിന്നോ ഒരു ഇങ്ങനെ കയറി വന്ന് 6ൻ്റെയും Jയുടെയും ഇടയ്ക്കോട്ട് കയറി അങ്ങ് ഇരുന്നു. അങ്ങനെ ഒരു വന്ന് കയറി ഇരുന്നപ്പോൾ നോക്കുക, 6 ഇല്ലാത്ത ഒരു ഇല്ലാത്ത ഒരു സ്ട്രക്ചറല്ല എയോട് കൂടിയ സ്ട്രക്ചർ. മൊത്തം ഒന്ന് മാറി, ഒന്ന് ചേഞ്ചായി. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദി കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആൾസോ. നിങ്ങളുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുതിയ അറിവ് അവിടെ അക്കോമഡേറ്റ് ചെയ്യുമ്പോഴേ അവിടെ മൊത്തം സ്ട്രക്ചർ അങ്ങ് മാറും. നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴും എൻ്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങുന്ന ആളല്ല നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വെളിയിൽ പോകുന്നത്. There is a lot of difference between your entering behavior and terminal behavior. Cognitive structure മാറിക്കഴിയും കേട്ടോ. പുതിയ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വൈജ്ഞാനിക മണ്ഡലം വികസിക്കുന്നതോടുകൂടി നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ മാറും. അതാണ് അക്കോമഡേഷൻ്റെ പരിണത ഫലമായിട്ടുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സ്റ്റിമുലസിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പുസ്തകം അടച്ചതോടുകൂടിയാണ് പറഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെ വന്ന് പുതിയ ഒരറിവ് വന്ന് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ഇപ്പം ഈ ഇക്വിലിബ്രിയത്തിലെത്തുന്നുണ്ടേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. നമ്മൾ സ്റ്റിമുലസ് വന്നപ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഡിസ്ഇക്വിലിബ്രിയം. അത് ഓർക്കണം, ഡിസ്ഇക്വിലിബ്രിയം. സ്റ്റിമുലസ് വന്നപ്പോഴാണ്, മത്സ്യം മറിക്കുന്ന മണം കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് വിശപ്പ് തോന്നിയത്. നിങ്ങളുടെ ബാലൻസ് തെറ്റിപ്പോയത് അങ്ങനെയാണ്. അപ്പോൾ ഡിസ്ഇക്വിലിബ്രിയം, 3ാമത് സ്കീമ, 4 ഓപ്പറേഷൻ, 5 റിവേഴ്സിബിലിറ്റി, 6 അസിമിലേഷൻ, 7 അക്കോമഡേഷൻ, 8 ഇക്വിലിബ്രിയം. മനസ്സിലായല്ലോ? ഈ ഡിസ്ഇക്വിലിബ്രിയത്തിൽ നിന്ന് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലെത്തുന്നു. ഡിസ്ഇക്വിലിബ്രിയത്തിൽ നിന്ന് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലെത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസ്ഇക്വിലിബ്രിയത്തിൽ നിന്ന് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലെത്തുന്നു.
ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന കാര്യമാണ് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ. ബയോളജിക്കൽ അഡാപ്റ്റേഷൻ, യു ആർ അഡാപ്റ്റഡ് ടു എ ന്യൂ സിറ്റുവേഷൻ, യു ആർ അഡാപ്റ്റഡ് ടു എ ന്യൂ പേഴ്സൺ. ബയോളജിക്കലി യു ആർ അഡാപ്റ്റഡ് ടു എ ന്യൂ പേഴ്സൺ. അറിവില്ലാത്ത വ്യക്തിയല്ല അറിവുള്ള വ്യക്തി. ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്ന വ്യക്തിയല്ല ഭക്ഷണം കഴിച്ച് സംതൃപ്തനായിരിക്കുന്ന വ്യക്തി. വ്യത്യാസമുണ്ട്. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ട, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ്, കായക്കഞ്ഞിക്കരിയിട്ടില്ല, നായർ കലമ്പിച്ചെന്ന് ഭാര്യയെ തല്ലുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വിശന്നിരിക്കുമ്പോൾ മനുഷ്യൻ ഭ്രാന്തനാണ്. അതേ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് സുഭിക്ഷനായിരിക്കുമ്പോൾ, നമ്മൾ വിശന്നിരിക്കുന്നുണ്ടേ പറഞ്ഞുകൊണ്ടേ അയാൾ ദേഷ്യപ്പെട്ട കാര്യം പോലും ഭക്ഷണം കഴിച്ച് സുഭിക്ഷനായിട്ടിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യമൊന്നും ഉണ്ടാകത്തില്ല. ബയോളജിക്കലി യു ആർ അഡാപ്റ്റഡ് ടു എ ന്യൂ സിറ്റുവേഷൻ. As a result of this biological adaptation, what is happened? Cognitive development. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, വൈജ്ഞാനിക വികസനം. ഈ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ്റെ ഫലമായിട്ടാണ് വൈജ്ഞാനിക വികസനം കുട്ടികളിൽ ഉണ്ടാകുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ജനറ്റിക് എപ്പിസ്റ്റോമോളജിയെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ 11 ടെർമിനോളജി, ആ ടെർമിനോളജിക്ക് ഒരു ഓർഡറുണ്ട്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റിമുലസ്, ഡിസിക്വിലിബ്രിയം, സ്കീമ, ഓപ്പറേഷൻ, റിവേഴ്സിബിലിറ്റി, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം, ഇക്വിലിബ്രേഷൻ, ബയോളജിക്കൽ അഡാപ്റ്റേഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇതാണ് ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് പറയാവുന്ന പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന സിദ്ധാന്തം. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, പിയാഷെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള സിദ്ധാന്തം കൂടുതൽ അർത്ഥപൂർണമാവുള്ളൂ. അക്കോർഡിംഗ് ടു പിയാഷെ, വ്യക്തികൾ വൈജ്ഞാനിക മണ്ഡലം, അതിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് 4 സ്റ്റേജുകളിലൂടെയാണ്. ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ്, അതാണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതും കൂടെ കൂട്ടി വായിച്ചാലേ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന സിദ്ധാന്തം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, വൈജ്ഞാനിക വികസനം, ബൗദ്ധിക വികസനം, വ്യക്തിയിലുണ്ടാകുന്ന ബൗദ്ധികമായ വികസനം 4 ഘട്ടങ്ങളിലൂടെ ഉണ്ടാകുന്നതായിട്ടാണ് പിയാഷെ പറയുന്നത്. 1 സെൻസറി മോട്ടോർ സ്റ്റേജ്, 2 പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 3 കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 4 ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ 4 സ്റ്റേജുകളിലായിട്ട് വൈജ്ഞാനിക മണ്ഡലം, വൈജ്ഞാനിക വികസനം, ബൗദ്ധിക വികസനം, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതായിട്ടാണ് പിയാഷെ പറഞ്ഞിരിക്കുന്നത്. ഈ സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയും ഒത്തുചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ഈ സിദ്ധാന്തം കൂടുതൽ അർത്ഥപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
ഒരു കുട്ടി ഒരു JCB കണ്ടിട്ട് അച്ഛനോട് പറയുക, അച്ഛാ 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 നോക്കച്ചാ, അതാ അതാ ഒരു ആന വണ്ടി അച്ഛാ എന്നൊരു കുട്ടി പറയുകയാണ്. കുട്ടിയുടെ പ്രീവിയസ് നോളജ് നോക്കുകയാണെങ്കിൽ കുട്ടി ആനയെ കണ്ടിട്ടുണ്ട്, തുമ്പിക്കൈയുള്ള ആനയെ കണ്ടിട്ടുണ്ട്, ഓടുന്ന ട്രാക്ടറിനെയും വണ്ടിയെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പ്രൈമറി ആയിട്ടുള്ള പ്രീവിയസ് നോളജ് കുട്ടിയൊന്ന് ബന്ധപ്പെടുത്തുകയാണ്, ബന്ധപ്പെടുത്തി ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുകയാണ്. കാരണം JCBയുടെ ആ ഹാൻഡ് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ മാതിരി ഇരിക്കുക. അതുകൊണ്ടാണ് കുട്ടി തുമ്പിക്കൈ ഉള്ള ഈ വണ്ടി, ആന വണ്ടി എന്ന് പറയാൻ കുട്ടി ഒരു പുതിയ പേരും കൊടുക്കുന്നു. പ്രീവിയസ് നോളജ്, ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ വെളിച്ചത്തിൽ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പുതുതായിട്ടുള്ള കാര്യങ്ങളെ കുട്ടി ഉൾക്കൊള്ളുകയാണ്. പ്രീവിയസ് നോളജ്, പ്രീ റിക്വസിറ്റ് ഉപയോഗിച്ച് കുട്ടി ഒരു പുതിയ കാര്യം പറയുക. അപ്പോൾ അച്ഛൻ പറയണം, ആ നല്ല ആശയം മോനെ, ആനയുടെ തുമ്പിക്കൈയുമുണ്ട്, വണ്ടിയുടെ യന്ത്രവുമുണ്ട്, ആന വണ്ടി, നല്ല ആശയം എന്ന് പറഞ്ഞ് അച്ഛനായാലും ടീച്ചറായിട്ടും അത് അംഗീകരിച്ച് അതിനെപ്പറ്റി വിശദമായിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അത് പുതിയ ഒരു കാര്യം കുട്ടിക്ക് കിട്ടാൻ വഴിയൊരുക്കും. ഒരു എളുപ്പമായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിയാഷെയെക്കുറിച്ച്, ജനറ്റിക് എപ്പിസ്റ്റമോളജിയെക്കുറിച്ച്, അതുപോലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ്, ജെറോം എസ് ബ്രൂണർ.